ഒളിമ്പിക്സിലെ ഒരു പാട്ട് കമ്പോസ് ചെയ്തത് കുറച്ച് ആൾക്കാർ നമ്മൾ വന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ വീഡിയോ കണ്ടാലോ? തീർച്ചയായിട്ടും. പടുത്തുയർത്താം കായിക ലഹരി കേരള മണ്ണിൻ ഹരമായി. അതിന്റെ ട്യൂൺ വരുന്നത് അതായത് പടുത്തുയർത്താം കായിക ലഹരി കേരള മണ്ണിൻ ഹരമായി. ഈ ഒരു രീതി. പടുത്തുയർത്താം കായിക ലഹരി കേരള മണ്ണിൻ ഹരമായി. നമുക്ക് എല്ലാവർക്കും കൂടെ നോക്കാം. നോക്കട്ടെ. പടുത്തുയർത്താം കായിക ലഹരി. ഓക്കെ, റെഡി. 3, 2, 1 സ്റ്റാർട്ട്. പടുത്തുയർത്താം കായിക ലഹരി കേരള മണ്ണിൻ ഹരമായി. 3, 4. വൈവിധ്യങ്ങൾ കൂട്ടിയിണക്കിയ മനസ്സുകൾ നീളെ അടിപതരാതെ മുന്നോട്ട് ശിരസുയർത്തി പ്രതിജ്ഞ ചെയ്യാം. ഇതാണ് നമ്മുടെ ലഹരി, ഇതാണ് നമ്മുടെ ലഹരി. അതെ, അപ്പൊ ഈ തീം കോമ്പോസ് ചെയ്ത് നമ്മുടെ കുട്ടി പാട്ടരോട് വന്നിട്ടുണ്ട്. വിളിച്ചാലോ? ഓക്കെ, വെൽക്കം. സബാഷ്, വെരി നൈസ്. നല്ല പാടിയതല്ലേ അവിടെ ചെയ്തത്? അല്ല, ക്യാച്ചി ആയിട്ടുള്ള ട്യൂണാണ്, മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഒറ്റ പ്രാവശ്യം കേട്ടേ ഉള്ളൂ. അതെ അതെ, ഇവിടെ കിട്ടി. ഞാൻ വരിയും പഠിച്ചു. പടുത്തുയർത്താം കായിക ലഹരി അടിപതറാതെ മുന്നോട്ട്. മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. അതെ, കേരള മണ്ണിൻ ഹരമായി ഹരമായി ഹരമായി. അതെ അതെ, കായിക ലഹരിയാണ് അല്ലെ നമ്മുടെ ഏറ്റവും വലിയ ലഹരി എന്ന് പറഞ്ഞാൽ. കായിക ലഹരി, സംഗീത ലഹരി, ഇതൊക്കെയാണ് നമുക്ക് ലഹരി അല്ലെ, വേറൊന്നും അല്ല എന്നുള്ള അർത്ഥം ഉണ്ട് അതിന്. അത് സൂപ്പറാണ്. ശിവങ്കരി, അതെ, നമസ്തേ. ഒത്തിരി സ്നേഹം ഈ മ്യൂസിക്കിന്. അതെ അതെ, അത് മനസ്സിൽ നിന്ന് വന്നതാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അതെ. എങ്ങനെയാണ് കമ്പോസ് ചെയ്തത്? ഇത് കമ്പോസ് ചെയ്തത് ആദ്യം എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സ്കൂളിൽ നിന്നാ. അതല്ലാതെ ആദ്യം ഞാൻ ഇതിനൊരു ബീറ്റ് സെറ്റ് ചെയ്തു, വരിക്കൊരു താളം കൊടുക്കാനായിട്ട്. 4/4 തുടങ്ങിയത്. ലിറിക്സ് കിട്ടിയോ? അതെ, ആദ്യം എനിക്ക് വരി കിട്ടി. അതിനനുസരിച്ച് 4/4 ഋതത്തിൽ ചെയ്തു. പക്ഷെ പിന്നെ ഒരു ആന്തം ആയതുകൊണ്ട് അതിന് കുറച്ച് പഞ്ച് വേണം. കളിച്ച് ക്ഷീണിച്ച് നിൽക്കുന്ന കുട്ടികൾക്കും അവരുടെ പാരന്റ്സിനും ഓഡിയൻസിനും ഒക്കെ ആ തളർച്ചയിൽ ഒരു എനർജിയിലോട്ട് കൊണ്ടുവരാനായിട്ട് കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഒരു ഋതം വേണം, ബീറ്റ് വേണം, ട്യൂൺ വേണം എന്നുള്ള രീതിയിൽ ഞാൻ പിന്നീട് പല ആന്തംസും കേട്ട് നോക്കി, ഫിഫയുടേതും ഒക്കെ. അപ്പൊ അതിന്ന് എനിക്ക് ചാർജായി. അങ്ങനെ ആന്തംസ് കേട്ട, അതെ, ആ ഒരു ഇൻസ്പിറേഷൻ വെച്ചിട്ട് ആദ്യം ഒരു ബേസിക് സ്കെൽട്ടൻ ഉണ്ടാക്കി. പിന്നെ അതില് പണിത് വന്നു. പിന്നെ ഇവരുടെ പാട്ടനുസരിച്ച് ഇവരുടെ കൊളാബറേഷൻ ഉണ്ടായിരുന്നു, അതനുസരിച്ച് ഒത്തിരി ആഡ് ചെയ്തു. ഈ സിംഗേഴ്സിനെ എങ്ങനെ കണ്ടുപിടിച്ചു? ഇവര് ഞങ്ങളുടെ സ്കൂളിലുള്ളവരും പിന്നെ ഇവര് 3 പേരും മോഡൽ സ്കൂളിലുള്ളവരും. അതെ, മോഡൽ സ്കൂൾ. അത് ഞങ്ങളുടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, അവര് അനീഷ ടീച്ചർ എന്നാ പേര്. ടീച്ചർ നമ്മുടെ കോട്ടൺ ഹിൽ സ്കൂളിലെ ടീച്ചറായിരുന്നു. അപ്പോൾ ടീച്ചറിനെ നമ്മുടെ പ്രസാദ് സാർ കോണ്ടാക്ട് ചെയ്തിട്ട് 3 പാടുന്ന കുട്ടികളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഏറ്റെടുത്തു. അതെ, വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഒരു സീക്രട്ട് ആണ്. എന്റെ വീട്ടിൽ നിന്ന് എന്റെ ജനാലയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഉടനെ ഇവരുടെ സ്കൂൾ കാണാം. കോട്ടൺ ഹിൽ സ്കൂൾ. ഞാൻ ആ ശ്രീധന്യ ഫ്ലാറ്റിലാണ് താമസിക്കണേ. അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മോഡൽ സ്കൂളായി. എന്റെ അച്ഛൻ മോഡൽ സ്കൂളിൽ പഠിച്ച ആളാണ് കേട്ടോ, വളരെ പണ്ട്. അപ്പൊ 2 അഭിമാനം, തിരുവനന്തപുരത്തിന്റെ അഭിമാനമായിട്ടുള്ള, നമ്മുടെ തിരുവനന്തപുരത്തിന്റെ അഭിമാനമായിട്ടുള്ള 2 സ്കൂളിൽ നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും പ്രതിഭാധനരായ നമ്മുടെ കുഞ്ഞുങ്ങളാണ്. നമസ്കാരം. ഒരുപാട് എക്സ്പെക്ടേഷൻസ് ആണ് നിങ്ങളുടെ കേട്ടോ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശിവങ്കരി മ്യൂസിക് ചെയ്യുന്നു. ഓരോരുത്തർ ഏതൊക്കെ ക്ലാസ്സിലാണ്? പേരൊക്കെ പറയാമോ? ഞാൻ ലയ വില്യം, കോട്ടൺ ഹിൽ സ്കൂളിൽ തന്നെയാണ്. ലയിച്ചു. 9th പഠിക്കുന്നത്. എന്റെ പേര് നവമി ആർ വിഷ്ണു, ഞാനും കോട്ടൺ ഹില്ലാണ് 9th പഠിക്കുന്നത്. വളരെ നവമിയാണ്. ഞാൻ അനഘ, ഞാൻ കോട്ടൺ ഹിൽ സ്കൂളിലാണ് 9ാം ക്ലാസ്സിലാണ്. അനഘ സൗന്ദര്യ ഗായിക. എന്റെ പേര് കീർത്തന എ.പി, ഞാൻ കോട്ടയം സ്കൂളിലാണ് പഠിക്കുന്നത്. 10th പഠിക്കുന്നത്. വെരി ഗുഡ്. എന്റെ പേര് ഹരീഷ്, ഞാൻ +2 പഠിക്കുന്നത്. പാട്ടിലെ ഹരീഷ്. എന്റെ പേര് നന്ദകിഷോർ, ഞാനും +2 പഠിക്കുന്നത്. കിഷോർ നന്ദ.
എന്റെ പേര് ആദിത്, ഞാൻ +2 പഠിക്കുന്നത്. ആദിത്. ആദിത്. അതിനെന്തോന്നും പറയാനില്ലേ? അതാണ് ലേറ്റ് ആനാലും ലേറ്റസ്റ്റ് ആണെന്നാ Okay, അതാണ് ആദിത്. ആദിത്. Okay. അപ്പൊ എല്ലാരും കൂടെ വളരെ ബ്യൂട്ടിഫുൾ ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ. ഒത്തിരി ഇഷ്ടമായി ഞങ്ങൾക്ക് കേട്ടോ. നമുക്ക് Thank you, എല്ലാവർക്കും sir. ഇഷ്ടപ്പെട്ടു. ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിട്ട് ഞാനിത് കാണുന്നു. ശരിക്കും അതെ. യു ദ ടോർച്ച് ബെയറേഴ്സ് അല്ലേ, നാളത്തേക്കുള്ള അല്ലേ, അങ്ങനെയുള്ള ടാലൻസിനെ കാണുമ്പോൾ അങ്കിളുടെ കണ്ണിലൊക്കെ പ്രത്യേക തിളക്കം വരും. എന്താ വെച്ചാൽ നാളെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നുള്ള വലിയ ധൈര്യമാണ്. അത് ഗംഭീരമാണ്. അത് മുന്നോട്ട് പോട്ടെ. ഇതുപോലുള്ള പാട്ടുകളൊക്കെ ചെയ്യാൻ പറ്റട്ടെ. എല്ലാവരും ഒരു മനസ്സോടുകൂടി ഒന്നാണ് എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. സോ ദിസ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. മനസ്സ് നിറഞ്ഞു മക്കളെ. കേറിവാടാ മക്കളെ. ശിവഗിരി എത്ര ദിവസം എടുത്തത് കമ്പോസ് ചെയ്യാൻ? ഇത് കമ്പോസ് ചെയ്യാൻ 1.5 ദിവസം എടുത്തു. 1.5 ദിവസം എടുത്തു. ഓ അതെ. എന്റെ ദൈവമേ, കൊള്ളാലോ. പാടിപ്പിച്ചെടുക്കാൻ 1 ദിവസം. ആണോ? അതെ. എന്നിട്ട് സ്റ്റുഡിയോ പോയി റെക്കോർഡൊക്കെ ചെയ്തു അല്ലേ? മിടുക്കന്മാരായിട്ടുള്ള അതെ. മിടുക്കികളായിട്ടുള്ള പാട്ടുകാരാണല്ലോ അല്ലേ? അതെ. അതുകൊണ്ടാണല്ലോ സ്കൂളിൽ നിങ്ങളൊക്കെ അയച്ചത്. ഇവര് തയ്യാറായതും അതെ മിനിസ്റ്റർ ഷെയർ ചെയ്തു, അത് വൈറലായി അല്ലേ? അതെ. കൊള്ളാം. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു Thank you, sir. അപ്പൊ നമുക്ക് കൂട്ടായിട്ടുള്ള ഈ പാട്ടൊന്ന് കേൾക്കാം. കുഞ്ഞുപദത്താൽ ആഞ്ഞു കുതിക്കാം വിജയത്തിൻ കൊടിനാട്ടാം. കുഞ്ഞുപദത്താൽ ആഞ്ഞു കുതിക്കാം വിജയത്തിൻ കൊടിനാട്ടാം. സമത്വ ഭൂവിൻ നെറുകയിൽ മുത്താം. അതിർവരമ്പുകളില്ല ലോകത്തെത്താം. ഒറ്റക്കെട്ടായി മുന്നേറാം. പടുത്തുയർത്താം കായിക ലഹരി കേരള മണ്ണിൻ ഹരമായി. ചേക്കേറാം പിന്നിൽ ചേക്കേറാം. ചേക്കേറാം പിന്നിൽ ചേക്കേറാം. പല വർണ്ണങ്ങൾ പല സ്വപ്നങ്ങൾ. പല വർണ്ണങ്ങൾ പല സ്വപ്നങ്ങൾ പാകിയൊരുക്കിയ കളിക്കളത്തിൽ പുതിയ യുഗത്തിൻ പുലർവെട്ടമ്പോൾ സ്നേഹപഥങ്ങളിൽ അതിവേഗം തടസ്സമില്ല ഗതിയത് തീർത്തിട്ടാനന്ദത്തിൻ കൊടുമുടിയേറാം. കൈമാറാം ഉജ്ജ്വലമായൊരു തീപ്പന്തം. പടുത്തുയർത്താം കായിക ലഹരി കേരള മണ്ണിൻ ഹരമായി. വൈവിധ്യങ്ങൾ കൂട്ടിയിണക്കിയ മനസ്സുകൾ നീളെ അടിപതറാതെ മുന്നോട്ട്. ശിരസ്സുയർത്തി പ്രതിജ്ഞ ചെയ്യാം. ഇതാണ് നമ്മുടെ ലഹരി. ഇതാണ് നമ്മുടെ ലഹരി. പടുത്തുയർത്താം കായിക ലഹരി കേരള മണ്ണിൻ ഹരമായി. ഇത് എഴുതിയിരിക്കുന്ന ആരാണ്? ഇത് എഴുതിയിരിക്കുന്നത് പാലക്കാട് GHSS പൊറ്റശ്ശേരിയിലെ പ്രഫുൽ ദാസ് വി എന്ന് പറയുന്ന ഒരു ചേട്ടനാ. +2 സൂപ്പറാക്കി. അതെ അതെ, കലക്കി, അടിപൊളി. അത് ഇതിന്റെ ആരൂഢമാണ് ആ ലിറിക്സ് എന്ന് പറയുന്നത്. അതെ 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 അതെ. അത് വളരെ അധികം എന്താണ് ഫോഴ്സ്ഫുൾ ആണ്. ഈ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. നമ്മളെങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിന്റെ ഒരു ജാതകം കൂടിയാണ് പാട്ട്. അതെ. അപ്പൊ അത് വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അതെ. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. All the best. താങ്ക് യു സർ.